സ്തോത്രം. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മറിയ, മാർത്ത ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, യേശു എന്തിനാണ് ആ കല്ലറയുടെ മുമ്പിൽ വന്നേച്ച് സ്തോത്രം മേളിലോട്ട് നോക്കിയത്? എന്തുകൊണ്ട് യേശു ഡയറക്റ്റായിട്ട് സ്തോത്രം ലാസർ പുറത്തു വാ എന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ് മാർത്തയോടും മറിയയോടും കൂടി സ്തോത്രം യേശു വചനത്തെ സംസാരിച്ചത്? അവരും വചനമാണ് തിരിച്ച് സംസാരിച്ചത്. പക്ഷെ അവർ വചനം സംസാരിച്ചുവെങ്കിലും അവരുടെ അകത്തളത്തിൽ ഡൗട്ട്, സംശയം. കർത്താവെ, 4 ദിവസം നാറ്റം വെച്ചു, ഇത് നടക്കുമോ, ഇത് ഇല്ലയോ? ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയം നടക്കുമോ ഇല്ലയോ? ഒരുപാട് പേര് പറയുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കത്തില്ല, എൻ്റെ കുടുംബത്തിൽ ഒരു നന്മ വരത്തില്ല, എൻ്റെ മക്കളുടെ കല്യാണം നടക്കത്തില്ല, എൻ്റെ മകന് നല്ലൊരു ജോലി കിട്ടത്തില്ല. നീ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കല്ലേ, നീ തോറ്റുപോകും. നീ എത്ര പ്രാർത്ഥിച്ചാലും ജയിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നാൽ നീ ശ്രദ്ധിച്ചു നോക്കൂ, ഇന്ന് നിന്നോട് പരിശുദ്ധാത്മാവ് കൈമാറുന്ന ഒരു വലിയൊരു രഹസ്യം ഉണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. നീ യേശു മേളിലോട്ട് നോക്കി. എന്തിനാ യേശു മേളിലോട്ട് നോക്കി? സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം മനസ്സ് കൊടുത്ത് താഴോട്ട് വായിക്കണം കേട്ടോ. വചനം മനസ്സ് കൊടുത്ത് വായിക്കണമെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ചെയ്യണം. പാസ്റ്റർമാർ തലയെ കൈവച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ആവില്ല. വചനമാണ് നിൻ്റെ ജീവിതത്തെ മാറ്റുന്നത്. വചനമാണ് നിന്നെ വിശ്വാസത്തിൽ കൊണ്ടു നടന്നത്. വചനമാണ് നിന്നെ പരിശുദ്ധാത്മാവിൽ നയിക്കുന്നത്. വചനമാണ് നീ ഹൃദയത്തിൽ നിന്ന് സ്റ്റോർ ചെയ്ത് ഇരിക്കേണ്ടത്. ആമേൻ. സ്തോത്രം. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചത് പിതാവാം ദൈവം തന്നെയാണ്. അവൻ്റെ കയ്യിലാണ് ജീവൻ ഇരിക്കുന്നത്. അപ്പോഴാണ് യേശു മേളിലോട്ട് നോക്കി പറഞ്ഞ, കർത്താവേ, ഇവർ വിശ്വസിക്കേണ്ടതിന്. കണ്ട, ഇത് പറഞ്ഞു തീർന്നിട്ട് യേശു ലാസർ പുറത്തു വാ എന്ന് ഒറ്റ നോട്ടമാണ്. എൻ്റെ അർത്ഥം, നിൻ്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധിയെയും പ്രതികൂലങ്ങളെയും പ്രശ്നങ്ങളെയും ഈ കണ്ണ് വെച്ച് കാണാതെ ഒരു സെക്കൻഡ് നീ മേളിലോട്ട് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചാൽ, ഈ പ്രശ്നം കൊണ്ടുവന്ന സാത്താൻ്റെ തന്ത്രങ്ങളെ എൻ്റെ അപ്പൻ സ്വർഗത്തിൽ അഴിച്ചിരിക്കുക. കെട്ടും. അതല്ലേ വചനം പറഞ്ഞേ, നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമി അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിച്ചു തന്നിരിക്കുമെന്നാണ് യേശു പറഞ്ഞത്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കുക കേട്ടോ. നിൻ്റെ നേരെ ഭാര്യയുടെ, മക്കളുടെ, കുടുംബ കലഹങ്ങളെ എല്ലാം വരും. ചില നേരത്ത് നിനക്ക് സ്വസ്ഥത കാണൂല. ചില നേരത്ത് സ്തോത്രം നിനക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും. പ്രാർത്ഥന നീ വിട്ടിട്ട് ഓടിക്കളയരുത്. വിശ്വാസം വിട്ടിട്ട് ഓടിക്കളയരുത്. ഇതെന്തൊരു ജീവിതം ദൈവമേ, എത്ര ഉപവസിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും ഇത് മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിൻ്റെ പ്രാർത്ഥന നിർത്തിയിട്ട് നീ ആ ബ്ലാക്ക് റൗണ്ടിലിരുന്ന് ഓടിക്കളയരുത്. പിന്നെ നിനക്ക് വയറ്റിൽ വരാൻ ഒത്തിരി ബുദ്ധിമുട്ട്. ഇന്നെനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ആ മീറ്റിംഗ് മാറ്റി വെച്ചിട്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഞാനതനുസരിച്ച് ഇന്ന് ദൈവനാമത്തിൽ ഇരുന്നപ്പോഴാണ് ഈ ദൂത് പരിശുദ്ധാത്മാവ് എനിക്ക് തന്നതും ഇന്ന് ഞാൻ നിങ്ങളോടിത് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ സ്തോത്രം 10 ആൾക്കാർ കാണാൻ വേണ്ടി പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, അവരെ കർത്താവിൻ്റെ രക്തത്തിൻ്റെ കോട്ടയിൽ മറയ്ക്കണം. എന്നിട്ട് നീ യുദ്ധത്തിന് പോകണം. നീ ജയിക്കും. അല്ലാതെ ഭാര്യയോടും വഴക്കിട്ട്, മക്കളോടും വഴക്കിട്ട്, അയൽവക്കക്കാരെ വിട്, ഭാര്യയും മക്കളും കുടുംബക്കാരോടും വഴക്കിട്ടിട്ട് നീ എന്തോ പ്രസംഗിക്കാനാണ് പോകുന്നത്? ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ കൈത്താങ്ങൽ തരുന്നത് ഭാര്യ, പിന്നെ അതിൽ കൂടി വരണ മക്കൾ. ഇവരെല്ലാം നമുക്കെതിരായിട്ട് ഞാൻ അവരുടെ തലമണ്ടയും തല്ലിപ്പൊട്ടിച്ച് അവരെ ഇടിയും അടിയും കൊടുത്തേച്ചും ഒരു ബൈബിൾ എടുത്ത് സഭയിൽ പ്രസംഗാവൂ? നിങ്ങൾ തന്നെ പറ. കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറ, ഞാൻ പറഞ്ഞത് തെറ്റാ അതാ ശരിയാ? എന്തിനായി പറയുന്നത്? പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ പ്രശ്നത്തെ നോക്കാതെ മേളിലോട്ട് കണ്ണുകളെ ഉയർത്തി സ്വർഗത്തിലെ ദൈവത്തെ ഒരു നിമിഷം നീ പ്രാർത്ഥിച്ചു നോക്ക്. നിൻ്റെ നേരെ വരുന്ന ആ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും പുറകിൽ നിൽക്കുന്ന സാത്താൻ്റെ തന്ത്രങ്ങളെ എൻ്റെ തമ്പുരാൻ അഴിച്ചു മാറ്റും. അതിൻ്റെ ഉദാഹരണമാണ് ഏലീശയെ പിടിക്കാനായിട്ട് വരുന്ന അരാം സൈന്യങ്ങൾ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഏലീശ, കർത്താവേ, ഇവരുടെ കണ്ണ്
അന്ധമാക്കി പോകണമേ. കർത്താവ് അതുപോലെയാക്കി. അവരെ കൊന്നില്ല, അവരെ അന്ധതയാക്കി. എന്തുകൊണ്ട്? ഒരു പ്രാർത്ഥനക്കാരൻ, അവൻ്റെ നാവിൽ അഭിഷേകമുണ്ട്. ഒരു ദൈവ പൈതലായ നിങ്ങളുടെ മേൽ ആ അഭിഷേകം ഉണ്ട്. ആ അഭിഷേകത്തെ നാവിൽ കൂടിയാണ് വരണേ, ആക്ഷനിലൊന്നും വരത്തില്ല, ഒരിക്കലും വരില്ല. നിൻ്റെ നാവിൽ കൂടിയാണ് വരണം. ആ അഭിഷേകം ഉള്ള അതേ നാവിൽ തന്നെ മക്കളെ ശപിക്കും, ഭർത്താവിനെ കോപിപ്പിക്കും, അനാവശ്യമായി ഇത് സംസാരിക്കും. അതല്ലേ തമ്പുരാൻ പറഞ്ഞ് ഹൃദയം നിറഞ്ഞു കവിയുന്നത് വാ പ്രസ്താവിക്കും. അല്ലാതെ ഹൃദയം നിറഞ്ഞ് കവിയുന്നത് മൂക്ക് പ്രസ്താവിക്കും, ചെവി പ്രസ്താവിക്കും, കണ്ണ് പ്രസ്താവിക്കും എന്ന് പറഞ്ഞില്ല. നാവ്, നിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യുമ്പോൾ അത് നാവിൽ കൂടി പുറത്തു വരും. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, വചനം ഹൃദയത്തിൽ സ്റ്റോറേജ് ചെയ്യണം, സ്റ്റോർ ആവണം. എങ്കിലേ പ്രതിസന്ധിയുടെ മുമ്പിൽ വചനം പറയാൻ പറ്റൂ. യേശു എന്താ പറഞ്ഞ? സാത്താനെ നോക്കി, പിതാവിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വചനം കൊണ്ടും ജീവിക്കാൻ പറ്റും. എന്നെ ഇതിൽ കൂടി കേൾക്കുന്ന കുടുംബങ്ങളോട് പറയുന്നു ഞാൻ, കുടുംബങ്ങളോട് പെട്ടെന്നൊരു കോപം നിനക്ക് വന്നാൽ, ഭാര്യയെടുക്ക പെട്ടെന്നൊരു കോപം വന്നാൽ, മക്കളോട് പെട്ടെന്നൊരു കോപം വന്നാൽ കോപിക്കല്ലേ. ആ കോപത്തിനകത്ത് സാത്താൻ സെക്കൻഡിൽക്കുള്ളിൽ കയറും. എന്നിട്ട് അവനാണ് ഇരുന്ന് സംസാരിക്കുന്നത്. അവൻ എങ്ങനെയൊക്കെ നിൻ്റെ ഭാര്യയെയും മക്കളെയും നിന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന പാസ്റ്റിനെയും കീറി മുറിക്കാൻ പറ്റുമോ ആ രീതിയിൽ അവൻ സംസാരിക്കും. അവൻ 2 ഡബിൾ കളി കളിക്കും. അവരുടെ മുമ്പിൽ സ്തോത്രം നിൻ്റെ ഫിഗർ എടുക്കും. നിൻ്റെ അകത്ത് നീ പറയുന്നത് ശരിയാണെന്നും നീ ചിന്തിച്ചത് ശരിയാണെന്നും അതുകൊണ്ടാണ് ഞാൻ കോപിച്ച് സംസാരിച്ചതെന്നും നിന്നെ ബോധ്യപ്പെടുത്തി തരും. മനസ്സിലാവുന്നുണ്ടോ? യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ യേശു പറഞ്ഞൊരു പദം കേട്ടോ, പത്രോസിനെ നോക്കി പോ സാത്താനെ. കണ്ട, അത് പത്രോസിനെ നോക്കിയല്ല, പത്രോസ് കണ്ട വെളിപ്പാട് വലുതാണ്. നീ ദൈവത്തിൻ്റെ പുത്രനാകുന്ന ക്രിസ്തുവാകുന്നു. കർത്താവ് പറഞ്ഞു, ഇത് ജഡ രക്തങ്ങളല്ല നിനക്കിത് കാണിച്ചു തന്നെ, എൻ്റെ അപ്പനാണ്. കണ്ട, അപ്പോൾ ആ സമയത്ത് തന്നെ ഈ പത്രോസിന് കോപമുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ദേഷ്യമുണ്ട്. അവിടെയാണ് യേശു സംസാരിച്ച് നിന്നപ്പോൾ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തി പറഞ്ഞ വാക്ക്, നീ അങ്ങനെ സംസാരിക്കല്ലേ. യേശു തിരിഞ്ഞ്, നീ എനിക്ക് ഇടർച്ചയാവുന്നു. കണ്ട, അപ്പോൾ ഇതിൻ്റെ അർത്ഥം നീ പരിശുദ്ധാത്മാവിൽ നിറയും എന്ന് വചനം നിന്നെ ആഴത്തിൽ അറിയുമെന്നും നീ പരിശുദ്ധാത്മാവിന് കൂടെ നടക്കുമെന്നും നീ വലിയ പ്രസംഗ സ്റ്റേജിൽ നിൽക്കുമെന്നും അത്ഭുതങ്ങൾ നീ ചെയ്യുമെന്നും നീ നന്നായി പ്രാർത്ഥിക്കുന്നവനാണെന്നും കണ്ട നിന്നെ ഒട്ടനടി അവനൊന്നും ചെയ്യില്ല. ഇങ്ങനെ റൗണ്ടപ്പ് ഇട്ടുകൊണ്ടിരിക്കും. നിൻ്റെ വാക്കുകൾ, ചിന്തകൾ, ക്ഷമിക്കുന്നത് ഒക്കെ റൗണ്ടപ്പ് ഇട്ടിട്ട് നിന്നെ പിടിക്കും. സൂക്ഷിക്കുക, വളരെ ശ്രദ്ധിക്കുക. ഈ വാക്കുകൾ നീ ശ്രദ്ധിക്കുക. ഈ സ്തോത്രം എപ്പിസോഡിനകത്ത് ഇനിയിപ്പോൾ ഡിസംബർ അവസാനിക്കുന്നു. നമ്മൾ ജയിക്കാത്ത ഒരു മണ്ഡലമാണ് കുടുംബം, ഇല്ലേ? നമ്മൾ എത്ര ശ്രമിച്ചിട്ടും നമ്മൾ ജയിക്കുന്നില്ല. നമ്മളാണ് സാത്താന് വാതിൽ തുറന്നു കൊടുക്കുന്നത്. ഇതിൽ കൂടി കേൾക്കുന്ന എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും, എനിക്കുണ്ട് കോപം. പക്ഷെ ആ കോപം വരുന്നതിന് മുമ്പ് ഞാൻ ഓടി ബൈബിളിനകത്ത് ചെല്ലും. എനിക്കറിയാതെ, കാരണം എനിക്ക് നിങ്ങളോട് പ്രസംഗിക്കണം, വചനം സംസാരിക്കണം. ഞാൻ വീട്ടിൽ അടിയുമുണ്ടാക്കി വഴക്കുമുണ്ടാക്കി ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളറിയത്തില്ല. പക്ഷേ യേശു എന്നെ അറിയുന്നുണ്ട്, അതേപോലെ സാത്താനും അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത്, ഈ ചങ്ങല ഒഴികെ ബാക്കി എല്ലാവരും എന്നെപ്പോലെ ആകണം. അഗ്രബ് രാജാവ് മേടിച്ചു പോയി. അങ്ങനെ സംസാരം കൊണ്ട് അഗ്രബ് രാജാവ് പറയണത് എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുന്ന കണ്ട. അപ്പോൾ നിൻ്റെ വായിൽ അഭിഷേകമുണ്ട്. ഇനി ഇതിൽ കൂടി കേൾക്കുന്ന പാസ്റ്റേഴ്സിനോട് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ, പ്ലീസ് പ്രാർത്ഥിക്കേ. ഹൃദയത്തിൽ ഒന്നും വയ്ക്കാതെ. ഹല്ലേലൂയ. യേശു മേളിലോട്ട് നോക്കി ഒരൊറ്റ സംസാരം, ഒറ്റ പ്രാർത്ഥന. താഴോട്ട് നോക്കി, ലാസർ പുറത്തു വാ. കണ്ട, നിൻ്റെ എല്ലാ വിഷയത്തിനും മറുപടി സ്വർഗത്തിലുണ്ട്. മുട്ടുമടക്ക്, പ്രാർത്ഥിക്കേ. നിങ്ങൾക്ക് ചോദിക്കാം, അടിയുണ്ടാക്കുന്ന സമയത്ത് മുട്ടുമടക്കണോ? നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരുത്തനാണെങ്കിൽ, നിനക്ക് വേണ്ടിയാണ് യേശു ക്രൂശിൽ മരിച്ചു, അവൻ്റെ രക്തത്താൽ എന്നെ വീണ്ടെടുത്തുന്നത് നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, നീ ഏത് സാഹചര്യത്തിൽ നീ മൗനമായി നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. നീ പ്രാക്ടീസ് ചെയ്ത് നോക്ക്. സ്തോത്രം. ഇല്ലെങ്കിൽ നീ എന്നെ വിളിച്ച് സംസാരിക്കുക. എൻ്റെ നമ്പർ ഇതിനകത്ത് കിടപ്പുണ്ട്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മുട്ടാത്തർക്കത്തിൽ വന്ന് സംസാരിച്ചളയരുത്, വചനത്തിൽ സംസാരിക്കുക.
സ്തോത്രം. ഈ മുട്ടാത്തർക്കം പറയുമ്പോഴാണ് ഒരുമാതിരിപ്പെട്ട പാസ്റ്റർമാരെല്ലാം കോപിച്ച് സംസാരിക്കണേ. നമുക്ക് തർക്കിക്കാനൊന്നും നേരെയില്ല. തർക്കിക്കണതേ സാത്താൻ്റെ തന്ത്രമാണ്. ആത്മാവിൽ ഈ വചനം വാക്കുകൾ നിൻ്റെ ഹൃദയത്തിൽ നന്നായി മൂവായെങ്കിൽ, പാസ്റ്റർ എനിക്കൊരു കാര്യം സംസാരിക്കണം പാസ്റ്റർ, ഇതിങ്ങനെയുണ്ട്, ഇങ്ങനെയാണ്, ഓക്കെ, നോ പ്രോബ്ലം, വചനത്തിൽ നിന്ന് നിനക്ക് പറഞ്ഞുതരാം, എന്നാൽ കഴിയുന്നത്. സ്തോത്രം. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.